നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിലെത്തുന്ന സാധാരണക്കാരെ കുന്നുകളയുന്ന സമീപനമാണ് പിണറായി സർക്കാരിന്റേതെന്ന് AICC നേതാവ് KC വേണുഗോപാൽ. വേനൽക്കടുത്തതോടെ വന്യമൃഗങ്ങൾക്ക് വനത്തിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വലയുന്നു. സംസ്ഥാനത്ത് ചൂട് കൂടും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ ഇടിവ് തുടരുന്നു. കനകമല നോമ്പുകാല തീർത്ഥാടന ദിനങ്ങളിൽ കുരിശുമല കയറിയിറങ്ങി വരുന്ന മുഴുവൻ തീർത്ഥാടകർക്ക് അടിവാരത്ത് നേർച്ചക്കുഞ്ഞിയും ചമ്മന്തിയും ഒരുക്കി. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിലെത്തുന്ന സാധാരണക്കാരെ കൊന്നുകളയുന്ന സമീപനമാണ് പിണറായി സർക്കാരിന്റേതെന്ന് AICC നേതാവ് KC വേണുഗോപാൽ. UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലകളിലും പരാജയമായ ഇടതുഭരണം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാനത്തെ ജനങ്ങൾ ഇതിനോടകം തീരുമാനിച്ചതായി KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും UDFന്റെ വിജയത്തെ തടയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, എബി ജോർജ്, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, ആലി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. കൺവെൻഷന് മുന്നോടിയായി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡ് ഷോയും റാലിയും ഉണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ നിങ്ങൾ ആവേശം കൊള്ളിക്കാൻ പറയുന്നതല്ല. ഈ കൺവെൻഷനിൽ വന്ന് ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ എന്ന് വിചാരിച്ച് പറയുന്നതല്ല. നേരത്തെ ബെന്നി സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ കൺവെൻഷനാണ്. ഇപ്പം ഡൽഹിയിൽ നിന്ന് ഞാൻ നേരെ വന്നിറങ്ങി, നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി നേരെ ഇവിടേക്ക് വരുന്നു. തുടക്കം ഗംഭീരമായാൽ അത് തുടർന്ന് അങ്ങോട്ട് ഗംഭീരമാകും എന്നാണല്ലോ ശാസ്ത്രം. അതനുസരിച്ച് ഇത് പറയാൻ അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഞാൻ വരുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയായിരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, എന്തായാലും കോൺഗ്രസിൻ്റെ 71 സ്ഥാനാർത്ഥികളെയും 91 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാവരെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഒരാളുടെ തിട്ടൂരം മാത്രം സ്വീകരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർട്ടിയല്ലാത്തതുകൊണ്ട് പല തട്ടിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതുകൊണ്ട് ചെറിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ പറയും. പക്ഷെ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അഭിപ്രായമൊക്കെ പറയും. പക്ഷെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായില്ലേ? ആ തീപിടുത്തത്തിൻ്റെ ഫലമായിട്ട് 4 പേർ മരിച്ചു. ഒളിപ്പിച്ചു വച്ചൊരു വാർത്ത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന്റെ ഫലമായിട്ട് 4 പേർ മരിച്ചു എന്ന് ഒളിപ്പിച്ചു വെച്ച വാർത്ത ആ കുടുംബം തന്നെ ആരോപിച്ചിരിക്കുകയാണ്. ആ കുടുംബം ആരോപിച്ചതാണ് ഞാൻ കേട്ടത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മഹാരോഗങ്ങൾ ഉണ്ടാകുമ്പോൾ
അവർക്ക് അത്യാവശ്യ ചികിത്സ നൽകി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട സർക്കാർ ആശുപത്രികൾ ആളെ കൊല്ലുന്ന സർക്കാർ ആശുപത്രികളാക്കി മാറ്റിയവരാണ് ഈ നാട് ഭരിക്കുന്നത്. വേനൽ കടുത്തതോടെ വന്യമൃഗങ്ങൾക്ക് വനത്തിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വലയുന്നു. വെള്ളത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുന്ന വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുന്നു. വീറഞ്ചിറ കോക്കാപ്പള്ളി മാത്യുവിന്റെ കിണറ്റിൽ മാൻ വീണു. രാത്രി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി മാനിനെ രക്ഷപ്പെടുത്തി കാട്ടിൽ വിട്ടു. തച്ചേത്തുകുടി ബേബിയുടെ കൃഷി ആവശ്യത്തിന് നിർമ്മിച്ച വലിയ കുളത്തിൽ 3 കുറുക്കന്മാർ അകപ്പെട്ടു. കുളത്തിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചതിനാൽ കുറുക്കന്മാർ രക്ഷപ്പെടാനാകാതെ വളഞ്ഞു. ടാർപോളിൻ ഷീറ്റുകൾ പലതും കീറിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ 1 മണിക്കൂർ പരിശ്രമത്തിന് ശേഷമാണ് 3 കുറുക്കന്മാരെയും ജീവനോടെ കയറ്റിവിട്ടത്. വേനൽ ചൂട് കടുത്തതോടെ വന്യമൃഗങ്ങൾ കൂട്ടമായി ഭക്ഷണവും വെള്ളവും തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാരും വിവിധ സംഘടനകളും നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാത്തതിനാൽ കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ 555 പേർ ഒപ്പിട്ട നിവേദനം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. സംസ്ഥാനത്ത് ചൂട് കൂടും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാൻ സാധ്യത. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടുത്ത ചൂടിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകും. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ ഇടിവ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 2200 രൂപയാണ് കുറഞ്ഞത്. 1,07,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 275 രൂപയാണ് കുറഞ്ഞത്. 13,380 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 3 ആഴ്ച കൊണ്ട് സ്വർണ്ണവിലയിൽ ഏകദേശം 20,000 രൂപയുടെ കുറവാണ് ഉണ്ടായത്. ഈ മാസം 1-ന് 1,26,920 രൂപയായിരുന്നു സ്വർണ്ണവില. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കും. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ 2,000 രൂപയുടെ തന്നെ ഇടിവാണ് നേരിട്ടത്.
വിലക്കയറ്റത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വൻ കുതിപ്പ് നടത്തിയതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. കനകമല നോമ്പുകാല തീർത്ഥാടന ദിനങ്ങളിൽ കുരിശുമല കയറിയിറങ്ങി വരുന്ന മുഴുവൻ തീർത്ഥാടകർക്ക് അടിവാരത്ത് നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും ഒരുക്കി ഫുഡ് കൺവീനറുടെ നേതൃത്വത്തിൽ. ഇടവകയിലെ 15 കുടുംബ യൂണിറ്റുകളുടെയും വിവിധ ഭക്ത സംഘടനകളുടെയും സഹകരണത്തോടെയാണ് നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും ഒരുക്കുന്നത്. ആഴ്ചയിൽ ഓരോ ദിവസവും മാറി മാറി വരുന്ന രീതിയിലാണ് യൂണിറ്റുകളുടെ സേവനം ക്രമീകരിച്ചിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് പാചകപ്പുരയിൽ ബന്ധപ്പെട്ടവർ സേവനം ചെയ്യുന്നത്. പാചകം ചെയ്യുന്നവർക്ക് പ്രത്യേകം ഹെൽത്ത് കാർഡുകൾ തീർത്ഥാടനത്തിന് മുമ്പ് തന്നെ എടുക്കുന്നു. ഇടവക ജനങ്ങളുടെ ഒരുമയോടെയുള്ള ചിട്ടയായ പ്രവർത്തനമാണ് ഇതിന്റെ വിജയമെന്ന് തീർത്ഥാടന കേന്ദ്ര റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് തീർത്ഥാടകർ അധിക ഭാഗവും കുരിശുമുടിയിൽ എത്തുന്നത് എന്ന് ഫുഡ് കൺവീനർ ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്തുപറമ്പിൽ പറഞ്ഞു. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ 10 വരെയും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 11 മണി വരെയും നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് ഫുഡ് കൺവീനർ സൈമൺ കറുകുറ്റിക്കാരൻ PRO ഷോജൻ ഡി വിധേയത്തിലും അറിയിച്ചു. തീർത്ഥാടകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതായി കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, പൗലോസ് ഗോപുരം, ജോജു ചുള്ളി എന്നിവർ അറിയിച്ചു. സ്നേഹമുള്ളവരെ, കനകമല കുരിശുമുടിയിലെ 87ാമത് തീർത്ഥാടനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. സഹകരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. നോമ്പുകാലത്തെ 35 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച മാർച്ച് 29-ാം തീയതി മഹാതീർത്ഥാടനമാണ്. അഭിമന്യ പോളിപിതാവിനോടൊപ്പം തീർത്ഥാടകർ കുരിശുമുടിയിൽ കയറി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് കനകമല ഇടവകങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തീർത്ഥാടകർക്ക് ഒരു അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ എല്ലാം നന്നായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന എല്ലാവർക്കും വൈകിട്ട് 7 മണി മുതൽ നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസം വരുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അത് ചിലപ്പോഴൊക്കെ 5000-ന് മുകളിലായിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ കടന്നു പോയിട്ടുണ്ട്. ഇനി വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വെള്ളിയാഴ്ച ദിവസത്തെ നമ്മുടെ തീർത്ഥാടകരുടെ എണ്ണം 10,000-ന് മുകളിലേക്ക് മുൻകാലങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് ഈ വർഷവും എത്തുമെന്നാണ് കരുതുന്നത്. നേർച്ചക്കഞ്ഞി തയ്യാറാക്കാനും വിതരണം ചെയ്യാനും നമ്മുടെ ഇടവകയിലെ 15 കുടുംബ യൂണിറ്റുകളും ഭാരവാഹികളും അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിലും അവർ നിയോഗം വെച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യുന്നു. ഇടവകയിൽ എല്ലാവരും തന്നെ അതിൽ പങ്കാളികളാകുന്നുണ്ട്. ഈ സമയം ഫുഡ് കൺവീനറായ സൈമൺ കറുകുറ്റിക്കാരനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്തുപറമ്പിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നുണ്ട്. കൈക്കാരന്മാരുടെ നിരന്തരമായ ശ്രദ്ധയുണ്ട്, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും നന്ദി പറയുന്നു. നിയമസഭ തെരഞ്ഞെടുപ്പിനായി അങ്കമാലി മണ്ഡലം UDF സ്ഥാനാർത്ഥി റോജി എം ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലുവ ARO ജയശ്രീക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അങ്കമാലി ബസിലിക്കയിലെ വിമോചന രക്തസാക്ഷികളുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി പുറപ്പെട്ടത്. ബെന്നി ബെഹനാൻ MP, മുൻ MLA PJ ജോയി തുടങ്ങിയ നേതാക്കളും കുടുംബാംഗങ്ങളും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ബസിലിക്ക ഡയറക്ടർ ലൂക്കോസ് കുന്നത്തൂരിനെ കണ്ട് അനുഗ്രഹം വാങ്ങി. തുടർന്ന് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലും എത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. കരയമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ രാവിലെ 10ഓടെയായിരുന്നു അപകടം. കറുകുറ്റി ഇറിഗേഷൻ സെക്ഷൻ ഓവർസിയർ മാള പൂപ്പത്തി ഏലൂർ വീട്ടിൽ രാധാകൃഷ്ണൻ ഭാര്യ 45 വയസ്സുള്ള ശ്രീദിവ്യയാണ് മരിച്ചത്.
പീച്ചാനിക്കാട് ഐക്കാട്ടുകടവ് കളങ്ങര വീട്ടിൽ പരീതനായ ഗോവിന്ദൻകുട്ടിയുടെ മകളാണ്. അങ്കമാലി ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഇരുവാഹനങ്ങളും. ലോറിയിൽ സ്കൂട്ടർ തട്ടിയതിനെ തുടർന്ന് യാത്രക്കാരി ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. യുവതി തൽക്ഷണം മരിച്ചു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് സിറേറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉപവരണാധികാരി ചാലക്കുടി തഹസിൽദാർ ബി ശ്രീജയുടെ ഓഫീസിലെത്തിയാണ് പത്രിക നൽകിയത്. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI സംസ്ഥാന മുൻ എക്സിക്യൂട്ടീവ് അംഗം AK ചന്ദ്രൻ, കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ ബേബി മാത്യു കാവുങ്കൽ, RJD നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ എന്നിവരും സന്നിഹിതരായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകരുടെ അകമ്പടിയോടെ വാഹനത്തിലാണ് താലൂക്ക് ഓഫീസിലെത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകരും വോട്ടർമാരും വിജയാശംസകൾ നേരാനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നു. മുൻ MLA BD ദേവസി, TP ജോണി, KA അജിതൻ, CV ജോഫി, പോൾ ഡേവിസ്, PD നാരായണൻ, അനിൽ കദളിക്കാടൻ, ജിൽ ആന്റണി, സാബു സുൽത്താൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ഏപ്രിൽ 9 നടക്കുന്ന ചാലക്കുടി നിയോജക മണ്ഡലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 2 ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്ന വിവരം അറിയാമല്ലോ. ഇന്ന് എൻ്റെ നാമനിർദ്ദേശ പത്രിക ചാലക്കുടി തഹസിൽദാറിന് മുമ്പാകെ സമർപ്പിച്ചു. ചാലക്കുടിയിൽ കഴിഞ്ഞ 5 ദിവസക്കാലം നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ചാലക്കുടിക്കാർ നൽകിയ ആവേശഭരിതമായ സ്വീകരണം വലിയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയൂവെന്ന് RSS മേധാവി മോഹൻ ഭാഗവതും. നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെയാണ് ഇക്കാര്യത്തിൽ പ്രതീക്ഷയോടെ നോക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാഗ്പൂരിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വിദർഭ പ്രാന്ത കാര്യാലയത്തിന് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യക്കുള്ള പങ്കിനെ പല രാജ്യങ്ങളും അംഗീകരിക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് നിരവധി രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വാർത്ഥ താൽപര്യങ്ങളും ആധിപത്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹവുമാണ് ലോകത്തിലെ വിവിധ ഇടങ്ങളിലെ സംഘർഷങ്ങൾക്ക് കാരണം. ഐക്യം, അച്ചടക്കം, ധർമ്മം എന്നിവയിലൂടെ മാത്രമേ ശാശ്വത സമാധാനം കൈവരിക്കാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ 2000 വർഷങ്ങളായി ലോകം വിവിധ ആശയങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയ വിജയങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. മാളത്തുമ്പരശ്ശേരിയിൽ നിന്നും വൈക്കോൽ കയറ്റി വന്ന ലോറിക്ക് ചാലക്കുടിയിൽ വെച്ച് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വൈക്കോൽ പൂർണ്ണമായും കത്തി നശിച്ചു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറി കൊരട്ടിയിൽ എത്തുമ്പോൾ തന്നെ വൈക്കോൽ കത്തുന്നുണ്ടായിരുന്നു. ഡ്രൈവർ ലോറി നിർത്താതെ ഓടിച്ച് ചാലക്കുടി മേൽപ്പാലത്ത് എത്തിയപ്പോഴാണ് നിർത്തിയത്. വൈക്കോൽ വൈദ്യുതി കമ്പിയിൽ തട്ടിയതാകാം കത്താനിടയാക്കിയതെന്ന് കരുതുന്നു. ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വരണാധികാരികളുടെയും ഉപവരണാധികാരികളുടെയും യോഗം ചേർന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം, പോസ്റ്റൽ ബാലറ്റ് സംവിധാനം, ഹോം വോട്ടിംഗ് സൗകര്യം, പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ പ്രീതാസ് കറിയ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് R മനോജ്, ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആളൂർ വെള്ളാഞ്ചിറയിൽ യുവതിയുടെ ദേഹത്ത് മദ്യമൊഴിച്ച് തീകൊളുത്തി. കണ്ണൂർ മാവടി വീട്ടിൽ ലീനയ്ക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ലിവിംഗ് ടുഗദറായി വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയാണ് തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്ത് വിയാർപുരം ശാസ്താംകുന്ന് സ്വദേശി ശരത് വിഷ്ണു എന്ന തമ്പുരാൻശിരത്ത് പോലീസ് കസ്റ്റഡിയിലായി. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ISRO മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ TP ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മാർച്ച് 24-25 തീയതികളിലാണ് ക്യാമ്പ്. സയൻസ് പഠനത്തിലെ സാധ്യതകൾ മനസ്സിലാക്കാനും സയൻസ് വിഷയങ്ങളിൽ അഭിരുചി വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രവേശനം 10ാം ക്ലാസ് പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ പ്രവേശനം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9774546460 8301074587 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിലെത്തുന്ന സാധാരണക്കാരെ കുന്നുകളയുന്ന സമീപനമാണ് പിണറായി സർക്കാരിന്റേതെന്ന് AICC നേതാവ് KC വേണുഗോപാൽ.
വേനൽ കടുത്തതോടെ വന്യമൃഗങ്ങൾക്ക് വനത്തിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വലയുന്നു. സംസ്ഥാനത്ത് ചൂട് കൂടും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ ഇടിവ് തുടരുന്നു. കനകമല നോമ്പുകാല തീർത്ഥാടന ദിനങ്ങളിൽ കുരിശുമല കയറിയിറങ്ങി വരുന്ന മുഴുവൻ തീർത്ഥാടകർക്ക് അടിവാരത്ത് നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും ഒരുക്കി. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.